കേരളത്തിലെ മാവേലിക്കരയിൽ കണ്ടിയൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി കണ്ടിയൂരിനെ കണക്കാക്കപ്പെടുന്നു. ജന്മനക്ഷത്രമായ ഉത്രം നക്ഷത്രക്കാർ ഒരിക്കലെങ്കിലും സന്ദർശിച്ച് പൂജ നടത്തേണ്ട ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. കണ്ടിയൂരപ്പൻ എന്ന് വിളിക്കുന്ന ദേവന്റെ 3 രൂപങ്ങളാണ് ഇവിടെ ആരാധിക്കുന്നത്. രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് ഉമാമഹേശ്വരനായും വൈകുന്നേരം കിരാതമൂർത്തിയായും പൂജകൾ നടത്തുന്നു. കേരളത്തിന്റെ ഓണാഘോഷത്തിന്റെ പ്രധാന സ്ഥലമെന്നറിയപ്പെടുന്ന മാവേലിക്കരയിലാണ് കണ്ടിയൂർ ക്ഷേത്രം എന്നതും വിഷ്ണുവിന്റെ അവതാരമായ വാമനന്റെ പാദങ്ങൾ പതിഞ്ഞ സ്ഥലമാണ് മാവേലിക്കരയെന്നും വിശ്വസിക്കുന്നു. വിഷ്ണുവിന്റെ മറ്റൊരു അവതാരമായ പരശുരാമൻ ക്ഷേത്രം പുതുക്കി പണിയുകയും താന്ത്രിക അവകാശം തരണനല്ലൂർ കുടുംബത്തിന് നൽകിയെന്നും പറയപ്പെടുന്നു. കിഴക്ക് ദർശനമായിട്ടാണ് പ്രധാന പ്രതിഷ്ഠ. പ്രധാന ശ്രീകോവിൽ 2 നിലകളിലായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. താഴത്തെ നില വാർത്തുളാകൃതിയിലും മുകളിലത്തെ നില ദീർഘചതുരാകൃതിയിലുമാണ്. 7 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഗജവിഷ്ട ശൈലിയിലുള്ള ക്ഷേത്ര മതിൽക്കെട്ട് ശിവന്റെ ഭൂതഗണങ്ങളാണ് നിർമ്മിച്ചതെന്നും വിശ്വസിക്കുന്നു. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പ്രശസ്തനായ മാർക്കണ്ഡേയന്റെ പിതാവും ഗുരുവുമായ മൃഗണ്ടുമുനിക്ക് പുണ്യനദിയായ ഗംഗയിൽ കുളിക്കവേ കിരാതമൂർത്തിയുടെ മനോഹരമായ ഒരു വിഗ്രഹം ലഭിച്ചു. തുടർന്ന് വിഗ്രഹം വളരെ പവിത്രവും യോജിച്ചതുമായ സ്ഥലത്തായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്ന് ദൈവവചനമുണ്ടായി. അങ്ങനെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനുള്ള യാത്രയിൽ മുനി കേരളത്തിലെത്തുകയും ഇവിടെ അച്ചൻകോവിലാറിന്റെ തീരത്തായി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അങ്ങനെ മുനി കണ്ടതിൽ നല്ല ഊരിനെ കണ്ടിയൂരെന്ന് അറിയപ്പെട്ടു. ഒരു മത്സരത്തിൽ ജയിക്കുവാൻ കള്ളം പറയേണ്ടി വന്ന ബ്രഹ്മാവിന്റെ ശിരസ് ശിവൻ തന്റെ ചെറുവിരൽ കൊണ്ട് അറുത്തെടുത്തത് കണ്ടിയൂർ ക്ഷേത്രത്തിന് സമീപമാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഇവിടം ശ്രീ കണ്ടിയൂർ എന്ന് അറിയപ്പെടുന്നു. ഈ സംഭവത്തിന് ശേഷം ശിവന് ശ്രീകണ്ഠൻ എന്ന നാമം ലഭിക്കുകയും ചെയ്തു എന്ന് ഐതിഹ്യം. കണ്ടിയൂർ ക്ഷേത്രത്തിന് സമീപം കണ്ണങ്കര പണിക്കർ കുടുംബം സ്ഥാപിച്ച് ആരാധന നടത്തിയിരുന്നതായി പറയുന്ന ഒരു ബുദ്ധ വിഗ്രഹം വർഷങ്ങൾക്കു ശേഷം സമീപത്തെ നെൽപ്പാടങ്ങളിൽ നിന്ന് കണ്ടെടുക്കുകയും അത് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ഏരാലിന് സമീപം സ്ഥാപിക്കുകയും ചെയ്തു. കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ രൂപീകരണം മുതൽ കണ്ടിയൂരബ്ദം എന്നൊരു യുഗനാമം ഉണ്ടായിരുന്നു. അത് കൊല്ലവർഷം ആരംഭിക്കുന്നതുവരെ വ്യാപകമായി ഉപയോഗിച്ചു. ദേവദാസികൾ ഭരണം നടത്തിയിരുന്ന അപൂർവ ക്ഷേത്രമെന്ന വിശേഷണവും കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തിലെ ദേവദാസിയായിരുന്ന ചെറുകര കുട്ടത്തിയെ അന്നത്തെ കണ്ടിയൂർ രാജാവ് വിവാഹം കഴിക്കുകയും അങ്ങനെ ക്ഷേത്രഭരണം ദേവദാസികളുടെ കയ്യിൽ എത്തിയെന്നും പറയപ്പെടുന്നു. കായംകുളം രാജാവ് കണ്ടിയൂർ ക്ഷേത്രത്തെ കായംകുളത്തിനോട് ചേർക്കുകയും തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം ആക്രമിച്ച് കണ്ടിയൂർ ക്ഷേത്രത്തെ തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു എന്ന് ചരിത്രം. ഓടനാട് രാജാവും കായംകുളം രാജാവും തമ്മിലുള്ള യുദ്ധത്തിൽ പരാജിതനായ കായംകുളം രാജാവ് തന്റെ വാൾ കണ്ടിയൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ക്ഷേത്രത്തിന്റെ പിൻവാതിൽ കൂടി പുറത്തു പോവുകയും ചെയ്തു. അതിനുശേഷം ക്ഷേത്രത്തിന്റെ പിൻവാതിൽ ഇതുവരെ തുറന്നിട്ടില്ല എന്നും പറയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതാ ക്ഷേത്രങ്ങളുള്ള 2ാമത്തെ അമ്പലമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രമാണ് 1ാമത്. ആകെ 12 ഉപദേവതാ ക്ഷേത്രമാണ് ഉള്ളത്. ഇതിൽ 5 ശിവന്റെ 5 വകഭേദങ്ങളാണ്. ഇവയോരോന്നും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ്. ഗണപതി, സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ, അന്നപൂർണേശ്വരി, നാഗദൈവങ്ങൾ എന്നിവയാണ് മറ്റു ഉപദേവതകൾ. കണ്ടിയൂർ ക്ഷേത്രത്തിലെ ശിവപുരാണ യജ്ഞം 2008 നടക്കുമ്പോൾ ശിവാഗ്നി ജ്വാലയിൽ രൂപം കൊണ്ട ശിവരൂപം ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര നാള് ആറാട്ടായി വരുന്ന ദിവസം നോക്കി 10 ദിവസത്തെ ഉത്സവവും കുംഭമാസത്തിലെ ശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ എല്ലാ മാസവും വരുന്ന 30 തിങ്കളാഴ്ച, പ്രദോഷവ്രതം, തിരുവാതിര നക്ഷത്രം തുടങ്ങിയവയും വിശേഷമാണ്. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലാണ് ക്ഷേത്രം. ക്ഷേത്രം രാവിലെ 5 മണി മുതൽ 11 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 വരെയും തുറന്നിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.